കുറച്ചു ദിവസം മുൻപാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് വന്നത്. പിന്നാലെ ജനങ്ങളുടെ പ്രതികരണം തേടിയപ്പോൾ ഈ വിധിയിൽ പലർക്കും നിരാശയായിരുന്നു. വൃത്തിയുള്ള ശൗചാലയങ്ങൾക്കായി യാത്രക്കാർക്കും സ്ത്രീകൾക്കുമൊക്കെ പെട്രോൾ പമ്പുകളെ ആശ്രയിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളം പൊതു ശൗചാലയങ്ങളുമുണ്ട്. പക്ഷേ നിലവിലുള്ള പൊതു ശൗചാലയങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. പലരും പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നത് കുറയുന്നു. അതിനെന്താണ് കാരണം? തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. സെക്രട്ടേറിയറ്റും നിയമസഭയും അടക്കം ഭരണസിരാ കേന്ദ്രങ്ങൾ നിരവധിയുള്ള നഗരം. ഒരാവശ്യത്തിന് തലസ്ഥാനത്തേക്ക് എത്തുന്നവരുടെ മൂത്രശങ്കയ്ക്കെങ്കിലും പരിഹാരമുണ്ടാകുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലയിലാകെയുള്ളത് 166 പൊതു ശൗചാലയങ്ങൾ. നഗരഭാഗങ്ങളിലെ പലയിടത്തും ഞങ്ങൾ കയറിയിറങ്ങി. കണ്ടുപിടിക്കാൻ ഒരിത്തിരി സമയമെടുത്തു. ഇനി കണ്ടുപിടിച്ചതാകട്ടെ പലതിലും വൃത്തിക്കുറവ്. ജനത്തിരക്കനുസരിച്ച് ശൗചാലയങ്ങളുടെ എണ്ണത്തിലും കുറവ്. ടോയ്ലറ്റ് അവിടെ ഒന്ന് നോക്കണം. ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായാണ് കിടക്കുന്നത്. അതിനകത്ത് വൃത്തിയെന്ന് പറയണതില്ല. മനുഷ്യന് അതിനകത്ത് കയറാൻ പറ്റില്ല. പിന്നെ ആളുകൾ നിവൃത്തിയുണ്ട്, വേറെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് നിവൃത്തിയുണ്ട് അതിനകത്ത് കയറും. ഇടിഞ്ഞ് എന്ന് തലയിൽ കൂടെ വീണെന്ന് അറിഞ്ഞുകൂടാ. ഏറ്റവും ദയനീയമായി കണ്ടത് ചാല മാർക്കറ്റിലെ പൊതു ശൗചാലയങ്ങളാണ്. മൂക്കുപൊത്താതെ ഇവിടേക്കൊന്ന് കയറാൻ കഴിയില്ല. ഒന്ന് ശുചിമുറിയിൽ പോയി തിരിച്ചു വരുന്നവർ വലിയ രോഗികളാകും. ഇല്ലെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ് അപകടം പറ്റിയേക്കാം. അത്രയും ഗുരുതരമാണ് സാഹചര്യം. എന്താ മൂത്രശങ്ക വന്ന എന്താ ചെയ്യും? ഞാൻ വെള്ളം കുറച്ചേ കുടിക്കൂ. ഞാൻ വീട്ടിൽ ചെന്ന് ഇഷ്ടം പോലെ വെള്ളവും കുടിക്കും. പുറത്തിറങ്ങിയ പിന്നെ ബാത്റൂമിൽ പോവില്ല. ഞാൻ ബാത്റൂമിൽ പോവില്ല. നഗരത്തിലെത്തുന്ന വഴിയാത്രക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ 4,71,955 രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ടോയ്ലറ്റുകളാണിത്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അതുപോലെ തന്നെ ചിലന്തികളുടെ ആവാസ കേന്ദ്രമാണ്. മുകളിലെ ഷീറ്റുകളടക്കം തകർന്ന് നഗരത്തിലെത്തുന്ന ആർക്കും ഒരു ഉപകാരവുമില്ലാതെയാണ് ഈ ടോയ്ലറ്റുകൾ ഇന്ന് നിൽക്കുന്നത്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാനുള്ള ഷീ ടോയ്ലറ്റും പിന്നെ ഈ ടോയ്ലറ്റും അങ്ങനെ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന ലക്ഷങ്ങളുടെ പദ്ധതികളെല്ലാം അപ്രത്യക്ഷമായിട്ട് കാലങ്ങളാകുന്നു. ഇനിയൊരു മൂത്രശങ്കയുണ്ടായാൽ ജനങ്ങൾ കിലോമീറ്റർ തപ്പിയിറങ്ങേണ്ടി വരും. ഈ ഏരിയയിൽ ഈ ഒരു വാഷ്റൂം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 600-700 മീറ്റർ ചുറ്റളവിനകത്ത് വേറെ വാഷ്റൂം ഇല്ല. അവർ വന്നിവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നോട് തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എങ്ങാനും വാഷ്റൂമുണ്ടോ എന്ന്. ഇതുപോലുള്ള 2-3 പല പോയിന്റുകളായിട്ടുണ്ടെങ്കിൽ മാത്രമേ സഫീഷ്യൻ്റ് ആവുള്ളൂ. പെട്രോൾ പമ്പുകൾ കൂടി കൈമലർത്തുന്നതോടെ നഗരത്തിലേക്ക് എത്തുന്ന ജനങ്ങളുടെ അവസ്ഥ കഷ്ടത്തിലാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി തോന്നാം. പക്ഷേ ഇത്ര തിരക്കുള്ള നഗരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. പുതിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാകുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.